പേരൂരിലെ വീട്ടിലേക്ക് എത്തുകയാണ്. കുടുംബത്തോടൊപ്പമാണ് മമ്മൂട്ടി എത്തുന്നത്. മമ്മൂട്ടിയുമായി 50 വർഷത്തോളം നീണ്ട സൗഹൃദ ബന്ധമാണ്. ഇരുവരും സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നാളുകളിൽ തുടങ്ങിയ സൗഹൃദമാണ്. ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി കത്തുകൾക്ക് മറുപടി എഴുതുന്നത് ശ്രീനിവാസനായിരുന്നു. മമ്മൂട്ടിയെ ഡബ്ബ് ചെയ്യുന്നത് ശ്രീനിവാസനായിരുന്നു. പല സിനിമാ സെറ്റുകളിലും പോയി മമ്മൂട്ടി എന്നൊരു നടനുണ്ടെന്നും വലിയ പ്രതിഭയാണെന്നും ഒക്കെ തന്നെ മമ്മൂട്ടിക്കൊരു അവസരം കിട്ടാനായി പുകഴ്ത്തുന്ന ഒരു, ഇപ്പോഴത്തെ നാട്ടിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ എന്നൊക്കെ പറയും, ആ രീതിയിൽ ചങ്കായി മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീനിവാസനാണ്. തുടർന്ന് അവിടെ സിനിമാ യാത്രയിലും അവർ ഒരുമിച്ച് അനവധി മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു, അനവധി സിനിമകൾ നമ്മൾ കണ്ടു. സിനിമയ്ക്ക് പുറത്തെ അവരുടെ സൗഹൃദം നമ്മൾ കണ്ടു. എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഒന്നുമല്ലാതിരുന്ന രണ്ട് യുവാക്കൾ, എന്നാൽ അവർ രണ്ടുപേരും അന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു തങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമയിലെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തുമെന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. ഒടുവിൽ പ്രിയപ്പെട്ട സുഹൃത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മമ്മൂട്ടി എത്തുന്നു ഉദയം പേരൂർ. അതെ അനൂപ, നമ്മൾ ഈ വെള്ളിത്തിരയിലുള്ള മമ്മൂട്ടിയും ശ്രീനിവാസന്റെയും കഥാപാത്രങ്ങൾക്കപ്പുറം വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ ശ്രീനിവാസനുമായി വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ് മമ്മൂട്ടി. ഒരിക്കൽ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ വിവാഹത്തിന്റെ സമയത്ത് തനിക്ക് വിവാഹമെല്ലാം ഉറപ്പിച്ചു, അന്ന് വിവാഹത്തിന് പണമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെ പണമില്ലാത്ത വന്നൊരവസ്ഥയുടെ ഘട്ടത്തിൽ ഈ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. മമ്മൂട്ടിയുടെ അടുത്തേക്ക് ഈ പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടി നൽകിയ പണം, ആ പണം കൊണ്ടാണ് താൻ ആ വിവാഹത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടിയത് എന്ന് വളരെ വൈകാരികമായി അന്ന് ശ്രീനിവാസൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് അതേപോലെ തന്നെ ഇന്നസെന്റും അദ്ദേഹത്തിന് നൽകിയ ആ സമയത്ത് വിവാഹ സമയത്ത് നൽകിയ സാമ്പത്തികമായ പിന്തുണയെ കുറിച്ച് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ മനുഷ്യ സമൂഹത്തിനിടയിലെ ഒരു സൗഹൃദത്തിന്റെ ഒരു ആഴത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു അന്ന് മമ്മൂട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം പറഞ്ഞത്. പിന്നീട് സിനിമയിലാണെങ്കിലും മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിലുള്ള കോംബോയിൽ വന്ന സിനിമകളൊക്കെ എത്രമാത്രം മനോഹരമാണ്. അതിലുപരി അവർ തമ്മിലുള്ള കഥാപാത്രങ്ങൾക്കിടയിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ഓർക്കാറുള്ളൊരു കഥാപാത്രം കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിലെ അശോകരാജിന്റെ കൂട്ടുകാരനായ ബാലനും തമ്മിലുള്ളൊരു സൗഹൃദത്തിന്റെ നിമിഷം, അത് എപ്പോഴും നമ്മൾ അതിഗാഠമായ സൗഹൃദങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. എന്തായാലും അങ്ങനെ വ്യക്തി ജീവിതത്തിലെയും സിനിമാ ജീവിതത്തിലെയും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടാവണം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനൊരു അന്ത്യ യാത്രാമൊഴി പറയാൻ വേണ്ടി മമ്മൂട്ടി ഇവിടേക്ക് എത്തിയത്. മമ്മൂട്ടി ഇവിടെ എത്തി അദ്ദേഹം ഇവിടെ ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യ വിമലയെയും ഒപ്പം മകൻ ധ്യാൻ ശ്രീനിവാസനെയും ഉൾപ്പെടെയുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ്. വളരെ വൈകാരികമായൊരു മുഹൂർത്തം മമ്മൂട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു സുഹൃത്ത് ആണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഇപ്പോൾ ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകാൻ ഒരുപാട് പേർ അവിടേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം ടൗൺ ഹാളിലാണ്. പക്ഷേ വീട്ടിലേക്ക് ആ മേഖലയിലുള്ള നിരവധി ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രിയദർശന്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതി സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്ത ശ്രീനിവാസൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വയം ഉള്ള ജീവിതം സിനിമയിൽ കെട്ടിപ്പടുക്കുകയായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള ഉദയം പേരൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജെയിൻ എസ് രാജു അവിടെ നിന്ന് ചേർന്നു. ജെയിൻ, വീട്ടിലേക്ക് തന്നെ ശ്രീനിവാസനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അഭിലാഷ്, തീർച്ചയായിട്ടും ശ്രീനിവാസന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മകൻ വിനീത് അല്പസമയം മുൻപാണ് എത്തിയത്. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലേക്ക് വിനീത് എത്തുകയും ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള അനവധി ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ശ്രീനിവാസനെ സ്നേഹിക്കുന്ന നിരവധി മനുഷ്യർ അവർ
അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. പൊതുദർശനം 1 മണി മുതലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ടൗൺ ഹാളിലാണ്, എറണാകുളം ടൗൺ ഹാളിലാണ്.